ഹായ്, നമസ്കാരം. ഐ അനിത, സൈക്കോളജി കൗൺസിലർ. സ്റ്റേ സ്റ്റേബിൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ഓർ ആങ്സൈറ്റി, മാനസിക സമ്മർദ്ദത്തെ, ഉത്കണ്ഠയെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് മാനസിക സമ്മർദ്ദം. അത് നമ്മുടെ ഷെഡ്യൂൾ പ്ലാൻ യുവർ ഡേ. ഫസ്റ്റ് വന്ന് ഒരു ഡേ എങ്ങനെ ആയിരിക്കണം എന്ന്, രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്നത് തൊട്ട് നൈറ്റ് ബെഡിലേക്ക് പോകുന്നവരേക്കും നമ്മുടെ ഒരു ദിവസത്തെ റൊട്ടീനുമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വയ്ക്കണം. അത് പ്ലാൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ അതുപോലുള്ള സ്കൂൾ ജീവിതമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓഫീസ് ജീവിതമാണെങ്കിൽ പോലും അവർ രാവിലെ എണീക്കുന്നു, പോകുന്നു. പക്ഷെ അതൊരു റെഗുലറായിട്ട് റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനൊരു പഞ്ച്വാലിറ്റി, അതിനൊരു ടൈമിങ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ടെൻഷൻ ഉണ്ടാവുകയില്ല ലൈഫിൽ. നെക്സ്റ്റ്, അവോയ്ഡിങ് റീതിങ്കിങ് മീൻസ് നമ്മൾ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക, പഴയ കാര്യങ്ങൾ തിങ്ക് ചെയ്യുക, അതിനുള്ള അവസരങ്ങൾ മനസ്സിന് കൊടുക്കാതെ അതിനെ ഫുൾ ഒരു ബിസിയുള്ള ലൈഫിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പൂർണ്ണമായിട്ടും തിങ്ക് ചെയ്യാതിരിക്കുകയും നമ്മളുടെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കാൻ അത് ഉപകാരപ്പെടുകയും ചെയ്യുന്നു. അടുത്തായിട്ട് സെൽഫ് ലവ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ലവ് ഉണ്ടായിരിക്കണം. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടേതായ സന്തോഷങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു മാരേജ് ഫങ്ഷന് പോകുന്നു, നമുക്കിഷ്ടമുള്ള സാരി. നെക്സ്റ്റ്, ഈറ്റ് ഹെൽത്തി ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകളും അതുപോലെ കാൽസ്യം, വൈറ്റമിൻ സി ഇതെല്ലാം അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഒമേഗ 3 അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ. അടുത്തത്, എക്സ്പ്രസ്സിങ് യുവർ ഇമോഷൻസ്. മറ്റുള്ളവരെ നമ്മുടെ ഇമോഷൻസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് വിശ്വസ്തരായ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ വിശ്വസ്തരായ നിങ്ങളുടെ നല്ല ഫ്രണ്ട്സുകളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അഥവാ ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഡയറി പോലുള്ള എന്തെങ്കിലും എഴുതി വെച്ച് നിങ്ങൾ വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്ന് സ്ലീപ്പ്, ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഒരു 6 to 8 hours നമ്മൾ ഒരു ദിവസം ഉറങ്ങണമെന്നാണ് പറയുന്നത്. അത് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയും. ക്വാളിറ്റി സ്ലീപ്പ് അല്ലാതെ ചുമ്മാ രാവിലെ 6 മണിക്ക് എണീക്കുന്നു, രാത്രി 10 കിടന്നിട്ട് രാവിലെ 6 മണിക്ക് എണീക്കുന്നു. ഇൻ ബിറ്റ്വീൻ എത്ര ടൈം ഉറങ്ങി എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിന് വന്നിട്ട് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയും. സ്ലീപ്പ് ബ്രെയിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം 6 to 8 hours നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇരുന്ന് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ, ഒരു മ്യൂസിക് കേട്ടിട്ടാണേലും ഒരു ന്യൂസ് പേപ്പർ വായിച്ചിട്ടാണേലും അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അത് ചെയ്തിട്ട് മനുഷ്യന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതാണ് സ്വിമ്മിങ്, സൈക്ലിംഗ്, അതുപോലെ വാക്കിംഗ് ഗുഡ് എക്സസൈസാണ്. ഇപ്പോൾ എല്ലാവർക്കും യോഗ ക്ലാസ്സിനോ ജിമ്മിനോ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് വാക്ക് ചെയ്യാം. ഒരു 15 to 20 minutes അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ സമയം അനുസരിച്ച് വാക്കിംഗ് പോകുന്നതാണ്. അത് ബ്ലഡ് സർക്കുലേഷന് നല്ലതാണ് വാക്കിംഗ്. അതുപോലെ ഒരു സ്ലോ വാക്കിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഒരു വാക്കിംഗ് ആണ് വേണ്ടത്. അതിൽ കുറച്ച് സ്വെറ്റിങ് ആകുന്നതും അതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വന്ന് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് വന്നിട്ട് നമ്മൾ ചർച്ചിൽ പോകുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, അവിടെയുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, അവിടെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എത്രത്തോളം മിങ്കിൾ ചെയ്യുകയും സംസാരിക്കുകയും അവിടെയുള്ള ഡിസ്കഷനിൽ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മാനസികമായിട്ട് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ നിന്ന് നമ്മുടെ സ്ട്രെസ്സ് വന്നിട്ട് നമുക്ക്
നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. കുറച്ച് ആങ്സൈറ്റി, ഉത്കണ്ഠ അതെല്ലാം കുറച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. ഇതുവരെ എന്നെ കേട്ടതിന്